ഹിറ്റ് സ്റ്റാർ മീഡിയ ഫിലിം സൊസൈറ്റിയുടെ മികച്ച പരസ്യ ചിത്രത്തിനുള്ള അവാർഡ് നേടിയ വിനോദ് വിശ്വം സംവിധാനം ചെയ്ത ഹാപ്പി മൊമെന്റ്സ് എന്ന ആർട്ട് ഫിലിം ഡൽഹി നോയിഡ ഇന്റർനാഷണൽ ഫെസ്റ്റിവലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. പാലക്കാട് നിന്നും ക്യാമറാമാൻ അംബരീഷ് റാമിനോടൊപ്പം രാജേന്ദ്രൻ കല്ലേപ്പുള്ളി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട് കാണാം. 12 രാജ്യങ്ങളിൽ നിന്നുള്ള ജൂറി അംഗങ്ങളാണ് ചിത്രം തിരഞ്ഞെടുത്തത്. പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊഫസറും സംവിധായകനുമായ ശിവപ്രസാദിന്റെ ശിഷ്യനാണ് കിഴക്കഞ്ചേരി സ്വദേശിയായ വിനോദ് വിശ്വം. പഠനകാലത്ത് പരസ്യചിത്രത്തോടായിരുന്നു താല്പര്യമെങ്കിലും ശിവപ്രസാദിന്റെ ചിത്രത്തിലൂടെ സംവിധാന രംഗത്തേക്ക് തുടക്കം കുറിച്ചു. BBC-ക്ക് വേണ്ടി ശിവപ്രസാദ് സംവിധാനം ചെയ്ത ആയോധനകല എന്ന ഡോക്യുമെന്ററിയിലൂടെയാണ് ശിഷ്യത്വം നേടിയത്. വേമ്പനാട്, സ്ഥാനം, സ്ഥലം തുടങ്ങി 10ഓളം സിനിമകളിൽ സഹസംവിധായകനായി പ്രവർത്തിച്ചു. വേമ്പനാട് എന്ന സിനിമ കാൻ ഫിലിം ഫെസ്റ്റിവലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ശിവപ്രസാദിന്റെ മിക്ക സിനിമകളിലും അന്തർദേശീയ നിലവാരത്തിലേക്ക് ഉയർന്നതായിരുന്നു. ശിവപ്രസാദിന്റെ മകൻ സിദ്ധാർത്ഥ് ശിവ സംവിധാനം ചെയ്ത 101 ചോദ്യങ്ങൾ എന്ന സിനിമയിലും സഹസംവിധായകനായി. പൊറാട്ട് നാടക കലാകാരൻ നല്ലേപ്പള്ളി നാരായണനെക്കുറിച്ചുള്ള ഡോക്യുമെന്ററിയാണ് ചോദ്യകാരൻ. ഇത് സംവിധാനം ചെയ്തത് വിനോദ് വിശ്വനാണ്. അതിൽ കാവാലത്തിന്റെ സാന്നിധ്യവും ഉണ്ടായിരുന്നു. മുൻ മന്ത്രിയും CPI ദേശീയ നേതാവുമായ K. ഇസ്മയിലിനെ കുറിച്ചുള്ള റെഡ് സോൾജിയർ ഡോക്യുമെന്ററി സംവിധാനം ചെയ്തതും വിനോദ് വിശ്വനാണ്. മെഗാസ്റ്റാർ മമ്മൂട്ടി, മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPI നേതാവ് D. രാജ, കാനം രാജേന്ദ്രൻ എന്നിവരുടെ സാന്നിധ്യവും റെഡ് സോൾജിയറിലുണ്ട്. ഇത്രയൊക്കെയാണെങ്കിലും തുടക്കം മുതലേ പരസ്യചിത്രത്തോടായിരുന്നു താൽപര്യം. ലോകപ്രശസ്ത പരസ്യചിത്ര സംവിധായകൻ ഡേവിഡ് ഒഗ്ലി, പ്രസൂൺ പാണ്ഡെ, പ്രഹ്ലാദ് കർ എന്നിവരൊക്കെ തന്നെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് വിനോദ് വിശ്വം ഓർത്തെടുത്തു. കോളേജ് പഠനം കഴിഞ്ഞ് ഒരു ചലച്ചിത്ര സംവിധായകനാവുക എന്നതായിരുന്നു ലക്ഷ്യം. അതിനുവേണ്ടിയുള്ള യാത്രയിൽ ഞാൻ ആദ്യമായിട്ട് നാഷണൽ ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷന് വേണ്ടി ഒരു സ്ക്രിപ്റ്റ് ചെയ്തിരുന്നു. നചികേതസ് കഠോപനിഷത്തിനെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ചെയ്തിരുന്നു. അത് അവിടെ അപ്രൂവലാകുകയും അതൊരു വലിയ ബഡ്ജറ്റാണ് എന്നുള്ളത് കൊണ്ട് സംവിധാനം ചെയ്യുക എന്നുള്ളത് കുറച്ചുകൂടി ദുഷ്കരമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അങ്ങനെ ഞാൻ എത്തിപ്പെട്ടതാണ് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രൊഫസറും സംവിധായകനുമായ ശ്രീ ശിവപ്രസാദിൻ്റെ സാറിൻ്റെ. അദ്ദേഹത്തിൻ്റെ ശിഷ്യനാകാൻ കഴിഞ്ഞതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നത്. അവിടെ നിന്നാണ് ഇൻ്റർനാഷണൽ സിനിമകളുടെ പഠനങ്ങളും മറ്റു കാര്യങ്ങളും എനിക്ക് സ്വായത്തമാക്കാൻ കഴിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ 8 വർഷത്തോളം വിവിധ അന്താരാഷ്ട്ര സിനിമകൾ അസിസ്റ്റൻറ്റ് ഡയറക്ടറായി പ്രവർത്തിച്ചു. അതുപോലെ നിരവധി ഡോക്യുമെൻ്ററികൾക്ക് അസോസിയേറ്റായി പ്രവർത്തിച്ചു. അതിനുശേഷം സ്വതന്ത്രമായി പാലക്കാട് ജില്ലയിലെ പൊറോട്ട് നാടക ആചാര്യനായ യശശരീരനായ ശ്രീ നല്ലേപ്പള്ളി നാരായണൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി ചോദ്യക്കാരൻ എന്ന ഡോക്യുമെൻ്ററി സംവിധാനം ചെയ്തു. അതിന് തിരുവനന്തപുരം കോണ്ടാക്ട് എന്ന ഫിലിം സൊസൈറ്റിയുടെ ഒരു അവാർഡും ഉണ്ടായിരുന്നു. അതിനുശേഷം ഇതിനിടയിൽ ശിവപ്രസാദ് സാറിൻ്റെ സിനിമകളിലെല്ലാം തന്നെ ഞാൻ അസസ് ചെയ്തുകൊണ്ടിരിക്കേണ്ട അദ്ദേഹത്തിൻ്റെ മകൻ സിദ്ധാർത്ഥ ശിവ, അദ്ദേഹത്തിൻ്റെ കൂടെ എൻ്റെ സഹോദരനെ പോലെയുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ കൂടെയും സിനിമയിലും ഞാൻ അസിസ്റ്റൻറ്റ് ഡയറക്ടറായി പ്രവർത്തിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ മുൻ റവന്യൂ മന്ത്രിയായ ശ്രീ K. ഇസ്മയിലിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കിയിട്ട് റെഡ് സോൾജിയർ എന്ന ഒരു ഡോക്യു ഫിക്ഷൻ സംവിധാനം ചെയ്തു. ആഡ് ഫിലിം അതിൻ്റെ ഒരു ഈസ്തെറ്റിക് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അത് സാധാരണ ചലച്ചിത്ര പഠനം പോലെ തന്നെ അത്രത്തോളം പ്രാധാന്യമുള്ളതാണ്. അത് നമ്മൾ കൂടുതൽ അതിനെക്കുറിച്ച് പഠിക്കുകയും അതിൻ്റെ ഈസ്തെറ്റിക്സ് മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്കതിനെക്കുറിച്ച് അറിയുക. അപ്പോൾ അത്തരമൊരു യാത്രയിലാണ് ഇപ്പോഴുള്ളത്. ബെസ്റ്റ് അഡ്വർടൈസ്മെന്റ് പുരസ്കാരം വിനോദ് വിശ്വം തിരുവനന്തപുരത്ത് ഏറ്റുവാങ്ങി. VJT ഹാളിലായിരുന്നു ചടങ്ങ്. വടക്കഞ്ചേരി അഞ്ചുമൂർത്തി മംഗലത്തുള്ള ദൃശ്യ മാർബിൾസ് ബാബു പീറ്ററാണ് നിർമ്മാതാവ്. അഡ്വർടൈസിംഗ് നാഷണൽ കൗൺസിലർ മെമ്പർ ആരതി മേനോനാണ് അവാർഡ് സമ്മാനിച്ചത്. ആർട്ട് ഫിലിം സംവിധായകൻ മോളിമസ്, നടി മായ വിശ്വനാഥ്, നിരൂപകൻ വിള ബാലകൃഷ്ണൻ എന്നിവർ സന്നിഹിതരായി. കാടിനെ ആസ്പദമാക്കി കാഞ്ചൻഗംഗ എന്ന ബിഗ് ബജറ്റ് ചിത്രത്തിന്റെ പണിപ്പുരയിലാണിപ്പോൾ വിനോദ് വിശ്വം. UTV ന്യൂസ്, പാലക്കാട്.